നമസ്കാരം. ഇന്ന് ജൂലൈ 19 അഥവാ കർക്കിടകം 4 ഇന്നേ ദിവസം അത്ഭുതകരമായ ചില കാര്യങ്ങൾ ജ്യോതിഷത്തിൽ സംഭവിക്കുന്നതാണ്. ഇന്ന് ബുധൻ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് മാറുന്നതായ ദിവസമാണ്. ബുധന്റെ ഈ രാശിമാറ്റം വരുന്ന ഒരു മാസം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ, രാജയോഗതുല്യമായ ഫലങ്ങൾ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങളും മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ചയും ഈ സമയങ്ങളിൽ വന്നു ചേരും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇരട്ട രാജയോഗതുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് ഈ സമയങ്ങളിൽ കടന്നു വരുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ബുധന്റെ രാശിമാറ്റം വളരെ അനുകൂലമായ ഫലങ്ങളാണ് കൊണ്ടുവരിക. പ്രത്യേകിച്ചും നിങ്ങളെ വളർച്ചയ്ക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഇത്. കുടുംബസൗഖ്യം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം, സുഹൃത്തുക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതായ സമയം, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രേയസ് ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും. സൽഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഇത്. ഭൗതിക രംഗത്തും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സമയം നിങ്ങളിൽ വന്നു ചേരും. ഏറ്റവും അനുകൂലമായ സമയമാണ്. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ ആരാധിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും ബുധന്റെ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്ന സമയമാകുന്നു. തീരുമാനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം എടുക്കുവാനും ആ തീരുമാനങ്ങൾ തനിക്ക് അനുകൂലമാക്കി മാറ്റുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം അധികാരമുള്ള പദവികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പിണക്കങ്ങൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പിണക്കങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായി ഉണ്ടായിരുന്നതായ വിഷമങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും അല്പം മുന്നോട്ട് വരാൻ, ഉയർച്ച നേടുവാൻ, വിദ്യയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. മക്കളുമായി ബന്ധപ്പെട്ട് ശ്രേയസ് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. ജോലി ലഭിക്കുവാനും ആരോഗ്യനില മെച്ചപ്പെടാനും ക്രയവിക്രയങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമാണ്. മഹാവിഷ്ണു ഭഗവാനെ ആരാധിച്ച് ഈ സമയം മുന്നോട്ട് പോവുക. സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങളെ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന സമയമാണ്. ഈ സമയം പല വ്യക്തികളുടെയും പ്രത്യേകിച്ചും ഉന്നതരായ വ്യക്തികളുടെ പിന്തുണ ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ദൗത്യങ്ങളിൽ വളരെയധികം വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട് അല്പം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആ തടസ്സങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്നതായ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക സ്ഥിതി മോശമാകില്ല എന്ന കാര്യവും ഓർക്കുക. വിദേശത്താണ് എങ്കിലും നാട്ടിലാണ് എങ്കിലും ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുന്നതും ശുഭകരമായി ഭവിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാകുന്നു. പൂരാടം നക്ഷത്രക്കാർക്കും ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാകുന്നു. വ്യാപാരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടുന്ന സമയമാകുന്നു. ഉന്നതമായ പദവികൾ വഹിക്കുന്നവരുടെ പിന്തുണ ലഭിക്കുകയോ ഉന്നതമായ പദവികൾ ലഭിക്കുകയോ സ്ഥാനോന്നതി പ്രതീക്ഷിക്കുകയോ ചെയ്യാവുന്നതുമാണ്.
പിതൃസ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ആദായം ലഭിച്ചു തുടങ്ങുന്നു എന്ന പ്രത്യേകതയും ഈ സമയം നിങ്ങളിലുണ്ട്. കൂടാതെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുവാൻ സാധിക്കും. തൊഴിൽ തേടുന്നവർക്ക് ശുഭവാർത്തകൾ വന്നു ചേരും. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ആഡംബരപരമായ വസ്തുക്കൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും. ആരോഗ്യപരമായും അനുകൂലമായ സമയം തന്നെയാണ് ഇത്. ഈ സമയം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങളും ഉയർച്ചയും ജീവിതത്തിലേക്ക് വന്നു ചേരും. മഹാവിഷ്ണു ഭഗവാനെ ഈ സമയം ആരാധിച്ച് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. പൂരാട നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് സമയം. കാരണം പുതിയ കർമ്മരംഗത്ത് പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പഠിപ്പിനും പരിചയത്തിനും അനുസരിച്ചുള്ള തൊഴിലാണ് നിങ്ങൾക്ക് ലഭിക്കുക. കടബാധ്യതകൾ നിങ്ങൾക്ക് വീട്ടുവാൻ സാധിച്ചു എന്ന് വരാം. ന്യായമായ പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കുന്നതായ ധനം നിങ്ങളിലേക്ക് വന്നു ചേരാം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് പിന്തുണ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ഭാഗ്യം അനുകൂലമാവുകയും മഹാഭാഗ്യം നിങ്ങളെ തേടി എത്തുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പല വ്യവഹാരങ്ങളും അനുരഞ്ജനത്തിലൂടെ തീർപ്പാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് സമയം. അസാധ്യമെന്ന് കരുതിയ ചില കാര്യങ്ങൾ അല്പം ശ്രമിച്ചിട്ടാണ് എങ്കിൽ പോലും നേടുവാൻ സാധിക്കും. വിമർശിക്കുവാൻ ആളുകൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും അതിനെ അവഗണിച്ച് മുന്നേറുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ സമയം വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ഈ സമയം പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ, ആദായം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. പലവിധ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് നേരിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മഹാഭാഗ്യം തന്നെ തേടി എത്തുന്നതായ സമയമാകുന്നു. ഈ സമയം ഊർജവും സമയവും ചെലവാക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഇത്. ഈ സമയം ധനവിനിയോഗം, യാത്ര എന്നിവയിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പ്രതികരണങ്ങൾ കരുതലോടെയാകണം എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ജോലി നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ജോലി മാറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ശ്രമങ്ങൾ വിജയത്തിലെത്തും. നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പുതിയ മാർഗങ്ങൾ, പുതിയ വഴികൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരാം. ന്യായമായ ആവശ്യങ്ങൾക്കുള്ള ധനം കൈവശം വന്നു ചേരും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. പദവിയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ സാഹസങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം. ബുധന്റെ രാശിമാറ്റം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഈ സമയം സർവ്വകാര്യത്തിലും ശ്രദ്ധ പുലർത്തണം. എന്നിരുന്നാൽ പോലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ പുതിയ ജോലി ലഭിക്കുവാനും പ്രണയസാഫല്യം ഉണ്ടാകുവാനും സാധ്യത കൂടുതലാകുന്നു. വരുമാനങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം നീങ്ങുന്നതാണ്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കാം. കൂടാതെ ഈ സമയം പുതിയ ജോലികൾ, പുതിയ അവസരങ്ങൾ തേടി വരാം. നിലവിലെ ജോലിയിൽ പുരോഗതി ദൃശ്യമാകും എന്ന കാര്യവും ഓർക്കുക. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. പല മാറ്റങ്ങളും ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും. ചില മാറ്റങ്ങൾ അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി ഭവിക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. അടിമുടി നവീകരണം നടത്തുവാൻ കൊണ്ടുവരുവാനുള്ള ശ്രമം വിജയത്തിൽ എത്തും. സാമ്പത്തികപരമായ പരാധീനതകൾ, വിഷമങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന സമയം കൂടിയാണ് ഇത്. ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളെയും നേരിടുവാനും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. ശത്രുക്കളെ പോലും ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും. ശുഭവാർത്തകൾ തേടിയെത്താം. പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ഈ നക്ഷത്രക്കാർ ഏവരും സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുക. ആരാധിച്ച് മുന്നോട്ട് പോവുക. നിത്യവും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും
വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുക. എന്നാൽ പൂർണ്ണമായും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.